വൈകുന്നേരം വെളുക്കൊക്കെ കത്തിച്ച് നല്ല സൗണ്ടിൽ പാട്ടൊക്കെ ഇട്ട് നല്ല പീസ്ഫുള്ളായിട്ടിരിക്കാൻ ഭയങ്കര നല്ല രസമല്ലേ. പക്ഷേ എനിക്കത് ആസ്വദിക്കാൻ ഇപ്പോൾ കഴിയണേയില്ല. കാരണം ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടാൽ പിന്നെ ഒരാൾ പുറത്താണ്. ഒറ്റ ഓട്ടമാണ്. മുറ്റത്തുനിന്ന് കളിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് ഇരുന്നാൽ മതി എന്ന് വിചാരിക്കും. ഇതല്ല, ഇത് അതും കടന്ന് തറവാടിൻ്റെ മുറ്റത്തെത്തും. അവിടുന്ന് നേരെ റോട്ടിനടുത്തേക്ക് പോകും. അങ്ങനെ ഒരു 100 വട്ടം ഞാൻ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ നോക്കിയിട്ട് ഉള്ളിൽ നിൽക്കാൻ പറ്റണേയില്ല അവന്. ഒന്നാമത് അവൻ്റെ ലിസ്റ്റിലുള്ള പാട്ടുമല്ല. കാർട്ടൂൺ പാട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. പക്ഷേ നമ്മൾ ആ നേരത്തേക്കെങ്കിലും ഒന്ന് ഭക്തിഗാനം കേൾക്കാമല്ലോ എന്നുള്ളൊരിതിൽ വെച്ചതാട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്നിട്ടും ഇരിക്കാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് അവൻ്റെ ചെരുപ്പെടുത്ത് ഒളിപ്പിച്ച് വെച്ചേ. കാരണം ഇനി ട്രൗസർ കൊടുത്തിട്ടില്ലെങ്കിലും ചെരുപ്പിടാതെ അവൻ പുറത്തിറങ്ങൂല. അപ്പോൾ പിന്നെ അവൻ്റെ ചെരുപ്പെടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്ക് ഏട്ടൻ്റെ ചെരുപ്പിട്ട് പോലെ. അങ്ങനെ കുറേ നേരം ഇരുന്ന് കളിച്ചോട്ട് വിചാരിച്ചപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകാനായപ്പോൾ ഞാൻ പിടിച്ചടിച്ച് ദേഷ്യപ്പെട്ടിട്ട് ഉള്ളിൽ കൊണ്ടാക്കി കേട്ടോ. പിന്നെ അതേ 18 അടവും പറ്റി വന്നതാണ് കണ്ടോ. പിന്നെ കിടന്ന് കരച്ചിലായി, മലന്ന് കരച്ചിലായി. അങ്ങനെ പിന്നെ അവന് ഇഷ്ടമുള്ള പാട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പാട്ടിൽ ഇഷ്ടപ്പെട്ട ഭാഗം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് തരും. പിന്നെയും കാര്യം പിന്നെ എന്നാൽ വിചാരിച്ചാൽ പാട്ട് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം, അവൻ്റെ ഇഷ്ടത്തിലുള്ള ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ എന്താ പറയുക, അവൻ്റെ കരച്ചിലാണ് നമ്മൾ റിവോട്ടെന്ന് തോന്നും. കാരണം അവൻ ഇഷ്ടമില്ലാത്ത കണ്ട അവൻ കാര്യം, ഇഷ്ടമുള്ളതാണെങ്കിൽ ഇങ്ങനെ മിണ്ടാതെക്കും. നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കണം. പിന്നെ ആ ഒരു നേരം ആയതുകൊണ്ട് നിറച്ചും കൊതുകൊണ്ട് അവിടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോറടയ്ക്കാനും പറ്റില്ലല്ലോ വെളുക്ക് വെച്ചുകൊണ്ട്. പിന്നെ കുറച്ച് നേരം ബാറ്റ് കൊണ്ടുവന്ന് കളിക്കാമല്ലോ അവൻ്റെ കൂടെ എന്ന് വിചാരിച്ച് വന്നപ്പം പിന്നെ ബാറ്റിനായി കച്ചറ. അങ്ങനെ കൊതുവിനെ പൊട്ടിച്ച് ലാസ്റ്റ് പിന്നെ ബാറ്റ് വേണം കൈ പിടിക്കാൻ. അങ്ങനെ പിന്നെ അതിനായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചിട്ട് അടുക്കളയിൽ പോയി ഒന്ന് ഒളിച്ച് നിന്നപ്പോൾ എന്നെ തിരഞ്ഞ് നടക്കുക. കുറച്ച് നേരം നമ്മൾ കാണാതെ നിന്നാൽ പിന്നെ കുറച്ച് അങ്ങനെ ടി വിയിലേക്ക് ലയിച്ചോളല്ലോ വിചാരിച്ചിട്ട് ഞാനൊന്ന് അടുക്കളയ്ക്ക് പോയി ഇരുന്നിട്ട് എന്നെ തിരഞ്ഞ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അവന് കുറച്ച് ഫുഡ് എന്തെങ്കിലും കൊടുത്ത് ഇരിക്കാമെന്ന് വെച്ചപ്പം അത് കഴിച്ച് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചപ്പം ഏകദേശം അവൻ്റെ മൂഡ് ഓക്കെ. അപ്പോഴാണ് ഏട്ടൻ പെട്ടെന്ന് വന്നിട്ട് പറയണത് അമ്പലത്തിൽ പോവാം, ഇന്ന് ഇഡ്ഡലി സാമ്പാറാണെന്ന് പറഞ്ഞു. ഇവിടെ അമ്പലത്തിൽ മണ്ഡലമാസം ആയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം മൊത്തം ചായ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ അധികം പോവാറില്ല. അമ്മയും റിച്ചും എന്നും പോകലുണ്ട്, അവർ മാറിട്ടുകൊണ്ട്. അപ്പോൾ ഇന്ന് ഇഡ്ഡലി സാമ്പാറാണെന്ന് പറഞ്ഞാൽ പിന്നെ പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നത് വരലും മാറ്റലും ഓടലൊക്കെ ഒരുമിച്ചാണ്. കാരണം 7 മണി ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ഇഡ്ഡലി സാമ്പാറല്ല പുട്ടും കടലയാണ്. എനിക്ക് ഇഷ്ടമല്ല പുട്ട്, എന്നാലും വേണ്ടില്ല അമ്പലത്തിൽ തെളിയിച്ചിട്ട് കഴിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി തൊഴാൻ നിന്നില്ല. കാരണം അല്ലുവിന് പാമ്പേഴ്സ് ഇട്ടിട്ടില്ലായിരുന്നു. ഇവന് പാമ്പേഴ്സ് വാങ്ങുന്ന പൈസ കൊണ്ട് എനിക്ക് എന്താ വലിയ ബിസിനസ് എല്ലാം തുടങ്ങിയിരുന്നു. കാരണം അത്രയ്ക്കും പാമ്പേഴ്സാണ് ഈ ഒരു 1.5 വയസ്സിനിടയിൽ വാങ്ങിച്ച് കൂട്ടിയത്. അപ്പോൾ എന്തായാലും പിന്നെ കാണാം. ഞാനിപ്പോൾ വിചാരിച്ച കാര്യം എന്താ അറിയും, ഇനി ബർത്ത്ഡേക്കൊക്കെ ആരെങ്കിലും വിളിക്കുമ്പോൾ പോകുമ്പോൾ പാമ്പേഴ്സിൻ്റെ ഫാമിലി പാക്ക് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഡ്രസ്സിനേക്കാൾ അവർക്ക് ഉപയോഗം ഉണ്ടാവുക പാമ്പേഴ്സ് ആയിരിക്കും. അനുഭവം കൊണ്ട് പറയുന്നതാണ്. അപ്പം ബൈ.